പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയാചിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, ഈ സമയം ലോകം മുഴുവനെയും നമുക്ക് മനസ്സിൽ കാണാം. നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ദൈവം, ആ യേശുവിനെ ഈ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് കാണാം, ഏറ്റെടുക്കാം. നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും അവിടുന്ന് ഏറ്റെടുക്കും, നമ്മെ സഹായിക്കും എന്നുള്ള ആ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യമോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കായി അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും വിശ്വാസത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കൃപയും കരുണയും വർഷിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി വായിച്ചാൽ 225, 1448 അങ്ങനെയുള്ള ആ ഒരു പാരഗ്രാഫുകൾ വായിക്കുമ്പോൾ അത് ദൈവകരുണയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. വളരെ പ്രത്യേകമായിട്ട് അവിടെ എടുത്തു പറയപ്പെട്ടിരിക്കുന്നത് കുമ്പസാരം എന്ന കൂദാശ ദൈവകരുണയുടെ തൂമ്പ് തുറക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് പലവട്ടം യേശു പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അവിടെ കർത്താവ് വെളിപ്പെടുത്തിയൊരു കാര്യം, കുമ്പസാരക്കൂട്ടിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും, പുരോഹിതനിൽ ഞാൻ മറഞ്ഞിരിക്കും. നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ അവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് ഒരു പുരോഹിതനെ അല്ല, പുരോഹിതനിൽ മറഞ്ഞിരിക്കുന്ന കരുണയുള്ള ദൈവത്തെയാണ്. ആ ദൈവത്തെ കണ്ടെത്തുന്നവർ എത്ര വലിയ പാപികളാണെങ്കിലും അവർക്ക് മാനസാന്തരമുണ്ടാകും, അനുതാപമുണ്ടാകും, രക്ഷയുടെ അനുഭവമുണ്ടാകും. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു വലിയ കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ എന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തി ഫൗസ്റ്റീന പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. കുമ്പസാരത്തിന് മുമ്പ് ഞാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ കയറിയിരുന്ന് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശരിക്കും കുമ്പസാരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പം അതിന് കർത്താവിൻ്റെ ഹൃദയത്തിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാൻ നമുക്ക് പറ്റണം. അതോടൊപ്പം ഫൗസ്റ്റീന പഠിപ്പിച്ചൊരു കാര്യം, കുമ്പസാരം കഴിഞ്ഞാൽ ആ കുമ്പസാരത്തിൽ നടന്ന അത്ഭുതത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും കുമ്പസാരത്തിൽ നടക്കുന്നത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മൾ പ്രാപിക്കുന്ന സമയം പല വിശുദ്ധരും ഒരുപോലെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുമ്പസാരത്തിലൂടെ സംഭവിക്കുന്നത്, ഒരു വൈദികൻ ഒരു പാപിക്ക് പാപമോചനം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്, നരകത്തിന് അർഹതയുണ്ടായിരുന്ന വ്യക്തിയെ സ്വർഗത്തിന് അർഹതയുള്ള വ്യക്തിയാക്കി മാറ്റുന്നു. അത്ര വിശിഷ്ടമാണ് ഈ കൂദാശ എന്നുള്ളത്. വിശുദ്ധർ പലരും ഒരുപോലെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ തൂമ്പ് തുറക്കുന്ന ഒരു കാര്യമാണ് കുമ്പസാരം എന്ന കൂദാശ എന്നത് മനസ്സിലാക്കി അത് വേണ്ടപ്പോഴെല്ലാം അതിലേക്ക് ഓടി അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ അനുതാപത്തോടെ ഈ കൂദാശയെ സമീപിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായി വർഷിക്കപ്പെടും എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നു, സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ ഒരു തളർവാദ രോഗി സൗഖ്യം പ്രാപിക്കുന്ന ഒരു രംഗം. അതിന് മുമ്പ്
അവിടെ നടന്നൊരു കാര്യമുണ്ട്, നല്ലൊരു കുമ്പസാരം. അതായത് കർത്താവ് ആ തളർവാദ രോഗിയുടെ പാപം ക്ഷമിച്ചിട്ടാണ് ആ രോഗസൗഖ്യത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ കുമ്പസാരത്തിലൂടെ നമുക്ക് ഒരുപാട് സൗഖ്യത്തിൻ്റെ അനുഭവം, രക്ഷയുടെ അനുഭവം അത് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 7:36 മുതൽ വായിക്കുമ്പോൾ ഒരു പാപിനിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. അവളാണെങ്കിൽ യേശുവിൻ്റെ പാദത്തിനരികെ മുട്ടുകുത്തി ആ പാദങ്ങൾ അവളുടെ കണ്ണുനീര് കൊണ്ട് കഴുകി അവളുടെ മുടി കൊണ്ട് തുടച്ച് തൈലം പൂശുന്ന ഒരു രംഗമാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുക. അവിടെ കർത്താവ് തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, ഇവളുടെ സ്നേഹം വളരെ വലുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവൾ സ്വീകരിക്കുന്ന കരുണയുടെ അളവും വളരെ വലുതാണ് എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഈ കരുണ പ്രാപിക്കാൻ നമ്മൾ അനുദപിച്ച് കുമ്പസാരം എന്ന കൂദാശയിലേക്ക് തിരിയുക എന്നുള്ളതാണെന്ന് ഈ ഒരു വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഒരു പാപിനിയുടെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മഗ്ദലന മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വലിയ ഒരു പാപാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർ പിന്നീട് നമ്മൾ കാണുകയാണ് ദൈവത്തോടുള്ള സ്നേഹം, പ്രാണന് തുല്യം യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവൾ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മാറ്റം അതാണ് ദൈവം നമ്മുടെ ഭാഗത്തു നിന്നും ആവശ്യപ്പെടുന്നത്. നല്ല ഒരു കുമ്പസാരം നടത്തി ഈ കരുണ പ്രാപിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കണ്ണുകളിൽ നമുക്ക് വലിയ വിലയുണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ ഇതുപോലെ തന്നെ കുമ്പസാരം എന്ന കൂദാശ പോലെ തന്നെ ഉപകാരപ്രദമാകുന്ന മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് നമുക്ക് മർക്കോസ് 9:23 വായിക്കുമ്പോൾ കാണാൻ പറ്റും. മർക്കോസ് 9:23. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് കരുണ ലഭിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നൊരു കാര്യം, ഈ വിശ്വസിക്കുന്നവർക്ക് അസാധ്യമാകുന്നത് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാകില്ല. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏത് കാര്യവും ദൈവം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരും എന്നുള്ളത് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ പോരാ, ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വാസം അർപ്പിച്ചാൽ പോരാ, ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 50:15 വചനം എടുക്കുമ്പോൾ ഈ കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. തൻ്റെ പക്കലേക്ക് തിരിയുകയും തന്നെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവരുടെ മേൽ കർത്താവ് കരുണ വർഷിക്കും. പക്ഷെ നമ്മൾ വലിയ ഒരു പ്രതിസന്ധിയിലായിരിക്കാം, രോഗാവസ്ഥയിലായിരിക്കാം, കടബാധ്യതയിലായിരിക്കാം, കുടുംബ പ്രശ്നത്തിലായിരിക്കാം, എന്തു ആകട്ടെ, കർത്താവിങ്കിലേക്കൊന്ന് തിരിയാനും ദൈവത്തോട് നിലവിളിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ മേൽ കരുണ വർഷിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. ലൂക്ക 18:7 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, രാവും പകലും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കാതിരിക്കുമോ? കരുണ ഉറപ്പായിട്ടും ലഭിക്കും എന്നുള്ളതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. നാലാമതൊരു കാര്യമുണ്ട്, ദൈവകരുണ ലഭിക്കാൻ നമുക്ക് വളരെ സഹായമാകുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം വായിച്ച് ആ വചനം ധ്യാനിച്ചിരിക്കുക. വെറുതെ ചുമ്മാ വായിച്ചു വിടുന്നതല്ല, ദൈവവചനം ധ്യാനാത്മകമായിട്ട് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവർക്ക് കർത്താവിൻ്റെ കരുണ ലഭിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നെഹെമിയയുടെ പുസ്തകം 8-ാം അധ്യായം എടുത്താൽ അതിൻ്റെ ആദ്യത്തെ 9 വചനങ്ങൾ ഈ ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ 8 വചനങ്ങളിൽ നമ്മൾ കാണുക, ദൈവജനം ശ്രദ്ധാപൂർവം വചനം കേട്ടിരിക്കുന്ന, ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു രംഗമാണ്. 9-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഈ വചനം ധ്യാനിച്ച വ്യക്തികളെ കരയുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. ഒരു കണ്ണീരൊഴുക്കി ദൈവത്തിന് മുമ്പിൽ കരയുന്ന, അവർക്ക് അനുതാപമുണ്ടായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. അതോടെ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നത് നമ്മൾ കാണാൻ പറ്റും. പ്രവാചകൻ പറഞ്ഞൊരു കാര്യം, മതി, ഇത്രേ ദൈവം ആഗ്രഹിച്ചുള്ളൂ, ഇനി നിങ്ങൾക്ക് എഴുന്നേക്കാം, നിങ്ങൾക്ക്
മുഖം കഴുകി വരാം, വിഭവസമൃദ്ധമായ ഭക്ഷണവും മധുരമുള്ള വീഞ്ഞും കഴിക്കാം. ഇതിനെ സൂചിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി പകരുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അതിനവർ ചെയ്ത എന്താണ്? ശ്രദ്ധാപൂർവം ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചു, അനുതാപത്തിലേക്ക് അവർ കടന്നു വന്നു. അതിലൂടെയാണ് ഈ ഒരു സമൃദ്ധി, ആത്മീയ സമ്പത്ത് അവരുടെ ജീവിതത്തിൽ കൈവന്നത്. അഞ്ചാമത്തെ കാര്യം ഇതാണ്: നമ്മൾ പാപത്തിന് പരിഹാരം ചെയ്യാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹതയുണ്ടാകും. പാപം ചെയ്തിട്ട് നമ്മൾ അതേക്കുറിച്ച് ഒരു വിചാരമോ അല്ലെങ്കിൽ അനുതാപമോ ഇല്ലാതിരുന്നാൽ ഈ കരുണയ്ക്ക് നമ്മൾ യോഗ്യരാകണമെന്നില്ല. ദൈവത്തിൻ്റെ കരുണ ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത പാപത്തിന് പരിഹാരം നമ്മൾ ചെയ്യാൻ മനസ്സ് കാണിക്കണം. മറ്റുള്ളവരുടെ പാപത്തിനും പരിഹാരം ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനമെടുത്താൽ ഈ യാഥാർത്ഥ്യം കാണാൻ പറ്റും. മോശ പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ പോകാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിഹാരം ചെയ്യാം. കർത്താവ് നമ്മളോട് കരുണ കാണിച്ചേക്കും. പാപം ചെയ്ത ഒരു വ്യക്തിയല്ല ഇത് പറഞ്ഞത്. പാപം ചെയ്യാതിരുന്ന മോശ പാപം ചെയ്തവർക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ പോയി നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാം, അപ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിച്ചേക്കാം. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് ഈ അധ്യായം വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇന്നും നമ്മുടെ പാപത്തിന് പരിഹാരം, നമ്മുടെ കുടുംബാംഗങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചാൽ ഇതുപോലത്തെ കരുണയുടെ പ്രവാഹം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ദൈവ കരുണയ്ക്ക് നമ്മളെ യോഗ്യരാക്കുന്ന ഒരു കാര്യമാണ് സൽപ്രവൃത്തികൾ ചെയ്യുക. സൽപ്രവൃത്തികളിൽ സമ്പന്നരാകാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. അത് 1 തീമോത്തി 6:18 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, സൽപ്രവൃത്തികളിൽ സമ്പന്നരാകും. പലരുടെയും ലക്ഷ്യം വേണേ ലൗകിക സമ്പത്ത് വാരിക്കൂട്ടുക, സമ്പാദിക്കാവുന്നിടത്തോളം സമ്പാദിക്കുക, ആവശ്യത്തിനുണ്ടായാൽ പോലും അതിൽ സംതൃപ്തരാകാതിരിക്കുക. പിന്നെ അവരുടെ ആ ഒരു നീഡല്ല, ഗ്രീഡ്, ദുർമോഹം, അത് നിറവേറാനായിട്ടുള്ള പരിശ്രമത്തിൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന വ്യക്തികൾ അവസാനം പോയി ഒരുപാട് പ്രശ്നങ്ങളിൽ, അതിൻ്റെ കുടുക്കിൽ അകപ്പെടുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. നമുക്ക് സൽപ്രവൃത്തികളിൽ സമ്പന്നരാകാൻ പറ്റണം. അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വെളി എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് കരുണയ്ക്ക് അർഹതയെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 9:13 വായിച്ചാൽ ഈ കാര്യം നിങ്ങൾ പോയി പഠിക്കാനാണ് കർത്താവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയേക്കാൾ ഉപരി കരുണ. മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള മനസ്സ് കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമുക്ക് അർഹത ലഭിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. മത്തായി 5:7 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ നമ്മൾ കരുണയുള്ളവരായി മാറണം. കാരുണ്യ പ്രവൃത്തി, നമ്മുടെ സംസാരത്തിലാണേലും പ്രവൃത്തിയിലാണേലും കാരുണ്യം കാണിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെയും നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രത്യേകം സമർപ്പിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഏറ്റെടുത്ത് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഏറ്റെടുക്കണമേ. കർത്താവെ, ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും